ഹായ് ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്ന് ബാങ്കിൽ ഒന്ന് പോവേണ്ട അത്യാവശ്യ കാര്യമുണ്ട്. അങ്ങനെ ബാങ്കിലോട്ട് പൈസ കുമിഞ്ഞു കൂടണം. അവസാനം വരുന്നില്ല പൈസ. അങ്ങനെ അത് ചോദിക്കാൻ പോണം. അവിടെ ഒരു കാര്യം അറിഞ്ഞാ, ഇപ്പൊ എന്നെ ഒരു കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചേ. ആ കൊറിയർ ഓഫീസിൽ നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്. ആലപ്പി എന്തോ ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ കരമനയുള്ളത്. ഒരു കൊറിയർ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ എവിടെ നിന്ന് വന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഏതൊരു കമ്പനിയുടെ പേര് പറഞ്ഞു. എന്നിട്ട് പെയ്ഡ് ആണോ അടച്ചതാണ്. ഞാൻ കരുതി ഇനി ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് വസ്ത്രയല്ലേ എന്ന് ചോദിച്ചാണ് വിളിച്ചത്. അപ്പൊ ഞാൻ കരുതി എനിക്ക് ഗിഫ്റ്റ് ആരെങ്കിലും ഇനി അയച്ചതാണോ വസ്ത്രയുടെ അഡ്രസ്സിൽ എന്ന് കരുതി. ഞാൻ പറഞ്ഞു പൈസ അടച്ചതാണോ അത് അങ്ങോട്ട് അടയ്ക്കാനുണ്ടെന്ന്. അപ്പൊ പൈസ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, ഏതോ ഫേക്ക് ആണ് കേട്ടാ. കൊറിയർ വന്ന് പാഴ്സൽ നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യണില്ല. അപ്പൊ ആരെങ്കിലും പാഴ്സൽ വന്നെന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് എടുത്ത് പൈസ കൊടുത്തിട്ട് വന്നിരുന്നെങ്കിലോ. അതിനകത്തൊന്നും കാണില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവമേ ഓർഡർ ചെയ്തിട്ടില്ല. പക്ഷെ അവരെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആരോ ഫേക്ക് ആയിട്ട് ഒരു ബണ്ടിൽ അയച്ചേക്കാണ്. നമ്മളത് പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമ്മുടെ പൈസ പോവും. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ പാഴ്സൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. ഓക്കെ, നമ്മൾ എവിടെയോ കൊറിയർ പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നതാവും എന്ന് കരുതിയാനെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റിക്കല് വരാൻ കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് അയ്യോ ഇല്ല എടുക്കാം. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ പറ്റിക്കല് വന്നാൽ. അതുപോലെ വസ്ത്രയുടെ പേജ് ഞാൻ വാട്സപ്പ് നമ്പർ എല്ലാ വീഡിയോസിന്റെ താഴെയും കൊടുത്തേക്കും. ആ നമ്പറിൽ മാത്രമേ കോൺടാക്ട് ചെയ്യൂ. കമന്റ് ബോക്സിലൊക്കെ ഏതെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ് വേറെ നമ്പർ വന്നാൽ നിങ്ങൾ ദയവേത് അതിൽ കോൺടാക്ട് ചെയ്യരുത്. വീഡിയോയുടെ താഴെ ഞാൻ ലൈവായിട്ട് നമ്പർ കൊടുത്തേക്കും. ആ നമ്പറിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാവൂ കേട്ടോ. പൈസയൊക്കെ പോയിട്ട് എന്നോട് ചോദിച്ചാലേ നമ്മള് നിരപരാധികളാണേ. അപ്പോഴേ നമുക്ക് ഓണം സീരീസിലെ സാരി നോക്കിയാലോ. ഇത് കാഞ്ചി കോട്ടൺ സാരിയാണ്. ഞാൻ ഇന്നലെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓപ്പൺ ചെയ്തില്ല കേട്ടോ. ഇത് കാഞ്ചി കോട്ടണിൽ ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. കാഞ്ചി കോട്ടൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇത്രയും വലിയ ബോർഡർ ആട്ടോ. എലിഫന്റ് മയിൽ ഡിസൈൻ വരുന്ന വലിയ ബോർഡറാണ്. ഡാർക്ക് മെറൂൺ കളറാണ് കോൺട്രാസ്റ്റ് വരുന്നത്. ഇതിൻ്റെ ഇവിടെയും ബോർഡർ ഉണ്ട് കേട്ടോ. അതിലും മയിലും എലിഫൻറ്റും ആണ് വരുന്നത്. ബ്ലൗസ് വന്നിട്ട് റണ്ണിങ് ബ്ലൗസ് ആണ്. സെയിം ഓറഞ്ച് കളറിൽ വരും. സ്ലീവിൽ നമുക്കിത് ഇത്രയും വലിയ ബോർഡർ കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല രസമായിരിക്കും സ്ലീവിൽ അങ്ങനെ വലിയ ബോർഡറൊക്കെ വന്നിട്ട് ഉള്ള ഒരു സാരി എന്ന് പറയുന്നത്. അതങ്ങോട്ട് മാറ്റി വെക്കാം. എൻ്റെ വസ്ത്രമാണ് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കല്യാണി കോട്ടണിലെ എന്താണ് മസ്റ്റാർഡ് യെല്ലോ. ഇത് പേപ്പർ മാത്രമല്ലോ. മസ്റ്റാർഡ് യെല്ലോ സാരിയാണ്. മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഡാർക്ക് മെറൂൺ കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഈ സാരിയുടെ പല്ലു ഇതാണ്. ഇത്രയും റിച്ച് ആയിട്ടുള്ള പല്ലുവാണ് എപ്പോഴും കല്യാണി കോട്ടൺ വരുന്നത്. പിന്നെ ബ്ലൗസ് വന്നിട്ട് ലൈൻസ് വരുന്ന ബ്ലൗസ് ആട്ടോ. നിറയെ ലൈൻസ് വരുന്നു. സ്ലീവിൽ ചെറിയ ബോർഡർ വരുന്ന ബ്ലൗസാണ്. ഇതിൻ്റെ മടക്ക് നിവർന്ന് കേട്ടോ. ഇനി ഇത് ഞാൻ മടക്കാൻ കുറച്ച് പാടുപെടും. അത് കഴിഞ്ഞ് ദേ ഓണം സെറ്റ് സാരി. ഇതായിരുന്നു ആദ്യം കാണിക്കേണ്ടത്. ദേ നോക്കിക്കേ, ഇത് ഈ സാരിയുടെ മുന്താണി പല്ലുവാണ്. തെയ്യം ടസൽസ് ഒക്കെ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കളറിൽ വരുന്നുണ്ട്. ഈ സാരിയുടെ ബോഡി വന്നിട്ട് ഇങ്ങനെ ഫ്ലവർ പോലെ എന്തോ റംഗോലി ഡിസൈൻ പോലെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസും അടിപൊളിയാട്ടോ. സെയിം ഈ തെയ്യത്തിൻ്റെ തല നിറയെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ബ്ലൗസ് സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സ്ലീവിലിങ് നമുക്കിങ്ങനെ ഒരു ബോർഡർ കൊടുക്കാം കേട്ടോ. എൻ്റെ അമ്മ നമ്മുടെ ആ കഥകളി സാരിക്ക് കഴിഞ്ഞ വർഷം ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇപ്രാവശ്യം ഭയങ്കര ഡിമാൻഡായിരുന്നു. മാത്രമല്ല ഞാൻ ഫോട്ടോഷൂട്ട് കൂടെ ചെയ്തപ്പോൾ എൻ്റെ ഭംഗി കണ്ടിട്ടേ എന്തോരം എൻക്വയറീസാണ് വന്നതെന്നറിയോ. അതിപ്പോൾ സോൾഡ് ഔട്ടാണ്, ഇപ്പോൾ ഇല്ല നമുക്ക്. പകരം തെയ്യമാണുള്ളത്. തെയ്യം ഞാനിപ്പോൾ ഉടുത്ത് കാണിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാം ഉടുത്ത് കാണിക്കുന്നതിൽ പ്രാക്ടിക്കൽ അല്ലല്ലോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത്. കാരണം പല്ലുവിൽ നമ്മുടെ കഥകളിയുടെ ബോർഡർ അത്രയും വന്നതുപോലെ ഇതിൽ ആ തെയ്യത്തിൻ്റെ ബോർഡറല്ല ഡിസൈൻ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ടിഷ്യൂ സാരി കേട്ടോ. വരുമ്പോൾ ഭയങ്കര രസമായിരിക്കേ. അപ്പോൾ ഇത് ഞാൻ ഭാഗ്യം രക്ഷപ്പെട്ടു. മടക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് രണ്ടും ഞാൻ കാഞ്ചി കോട്ടനും വലിയ കുഴപ്പമില്ല, മടക്ക് മാറിയില്ല. പക്ഷേ കല്യാണി കോട്ടൺ മടക്ക് മാറി. ഓക്കെ, ഇനി അടുത്ത പരിപാടി നാളെ നമ്മുടെ കുഞ്ഞിയെ വിളിച്ചോണ്ട് പോവുമല്ലേ. അപ്പം ഞാൻ ഇതിലേത് സാരി ഉടുക്കട്ടെ എന്നുള്ളൊരു സാരി നമുക്കൊരു ഓൺലൈൻ സ്വന്തമായിട്ടൊരു സാരി ഉള്ളപ്പോൾ സാരി ബിസിനസ് ഉള്ളപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് അത് തന്നെ എടുക്കേണ്ട ഒരു സ്പെഷ്യൽ ഡേ അല്ലേ. അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര സിമ്പിളായിട്ട് വേറെ ഫംഗ്ഷൻ ആയിട്ടൊന്നുമില്ല. സച്ചിൻ്റെ വീട്ടിൽ നിന്ന് അവർ മാത്രം വരും, നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവരെ കൊണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിലൊരു സിമ്പിൾ ആൻഡ് എലഗൻ ലുക്ക് കിട്ടുന്ന കലംകാരി സാരി ഉടുക്കാനാണ് എൻ്റെ ഒരു ഐഡിയ കേട്ടോ. ഇത് ലിനൻ കോട്ടണിൽ വരുന്ന സാരിയാണ്. ഈ സാരി വേണോ അതോ ഇത് കല്യാണി കോട്ടണിലെ
പ്യോർ കോട്ടൺ വരുന്നതാട്ടോ. ഈ രണ്ട് സാരികളിൽ ഇത് കല്യാണി കോട്ടണിലല്ല, കലങ്കാരിയിൽ കോട്ടണും ഇത് ലെനൻ കോട്ടണുമാണ്. രണ്ടും നല്ല ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണ്. പിന്നെ കലങ്കാരിയിൽ ഈ രണ്ട് ഡിസൈനോട് ഈ കളർ കോമ്പിനേഷനൂടെ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ റെഡൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഉടുത്തിട്ടുണ്ട്, അതുകൊണ്ട് റെഡ് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി ആ ലിനൻ അല്ലേ, ലിനൻ ഉടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഈ യെല്ലോ കളറാണ് ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാരി കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഞാൻ നാളെ ബർത്ത്ഡേക്ക് ഇതിൽ നിന്ന് ഒരു സാരി, നയൻതാര കോട്ടൺ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അതായിരിക്കും ഉടുക്കുന്നത്, എനിക്കറിയില്ല, ഒന്നും പറഞ്ഞില്ല എന്നോട് പുതിയത് കൊണ്ട് ചെല്ലാനെന്ന്. ഇതാണ് അതിനോടൊപ്പം പെയർ ചെയ്യുന്ന ബ്ലൗസ്. പിന്നെ ദേ കമ്മല് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കമ്മൽ എൻ്റെ കൂടെ പെയർ ചെയ്യാമെന്നാണ് കരുതുന്നത്. പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം അത്യാവശ്യം വേണ്ടത് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നെക്കാട്ടി അത്യാവശ്യം വേദയ്ക്കാണ്. അപ്പോൾ എനിക്കൊരു പ്ലാൻ കൂടി ഉണ്ട്. ആ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നമ്മുടെ പേജിലൊക്കെ ആഡ് ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ടാണ് കുറച്ച് കുട്ടിയൊക്കെ അടിക്കാമെന്ന് കരുതിയത് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അണ്ടർ സ്കേർട്ടും ഇവിടെ എവിടെയോ എടുത്തിട്ടുണ്ടായിരുന്നു വിത്ത് ദിസ് ബ്ലൗസ്, വൈറ്റ് കളർ ബ്ലൗസ്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, അപ്പം ഞങ്ങൾക്ക് വൈറ്റ് ബ്ലൗസ് ആയിരിക്കും കുറച്ചുകൂടെ എറിച്ച് നിൽക്കാമെന്ന് കരുതി. പിന്നെ പോണി ടെയിലൊക്കെ കെട്ടി അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. സെറ്റപ്പ് ആയിരിക്കും അല്ലേ? അതെ, അണ്ടർ സ്കേർട്ട് എല്ലാം എടുത്തു വെച്ചു. കാരണം ഇപ്പം ഞാനങ്ങ് നെട്ടയത്ത് പോവും. വേദ സ്കൂളിൽ പോയിരിക്കുകയാണ്. വേദയ്ക്ക് ഇന്ന് സാറ്റർഡേ ആയിട്ട് സ്കൂളുണ്ട്. സ്കൂളിൽ പോയിരിക്കുകയാണ്. വന്നാൽ ഉടനെ നെട്ടയത്ത് പോവും. അപ്പോൾ ഇനി നാളെ ആണ് വിളിച്ചിട്ട് പോകുന്നത്. പിന്നീട് ഇനി വരക്കൽ നടക്കില്ല. അതുകൊണ്ട് എല്ലാവർക്കും മറന്നു പോകാണ്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. സൺഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ സൺഗ്ലാസ് ഒക്കെ വെച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് സൺഗ്ലാസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സെറ്റപ്പ്. പുറത്ത് ഭയങ്കര മഴ, എവിടെ നിന്ന് നാളെ ഫോട്ടോ എടുക്കുമോ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും അച്ഛൻ്റെ ഫോൺ കോള്. അച്ഛൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ബാക്ക് പെയിനായിട്ട്. അങ്ങനെ ട്രിപ്പ് എന്തോ ഇട്ടു. അപ്പോൾ ട്രിപ്പ് ഇടുമ്പോൾ അടുത്ത ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു. അച്ഛൻ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഒറ്റയ്ക്കങ്ങ് പോയതാട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഏട്ടനെ വിളിച്ചു. നേരെ എന്നെ വിളിച്ചതാണ്. മീൻസ് ഞാനോ ഏട്ടനോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടനോട് ചോദിച്ചു നീ വരുന്നോന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ അപ്പോഴേ ഇറങ്ങി കേട്ടോ, പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഞാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, കാരണം എനിക്ക് കുറച്ച് കൊറിയറും കാര്യമൊക്കെ വന്നു, അതെല്ലാം സോർട്ട് ചെയ്ത് അടുക്കി പറക്കിയൊക്കെ വയ്ക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ വന്നാൽ പിന്നെ കാര്യങ്ങൾ അവിടെ പെൻഡിങ് ആവും കേട്ടോ. ഇവിടെ ഇപ്പം എൻ്റെ അത്യാവശ്യം ഇല്ല, അതുകൊണ്ട് ആരെങ്കിലും മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ്. പിന്നെ ഏട്ടൻ പോയാലും മതി, ഞാനിപ്പോൾ അത്യാവശ്യപ്പെട്ട് ഓടേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഏട്ടൻ പോയി. അച്ഛന് കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഫുൾ തേയ്മാനം കേട്ടോ. അതായത് അച്ഛൻ്റെ ബോഡി ഫുൾ തേയ്മാനമാണ്. അപ്പോൾ അതിന് ഇനി സർജറി മാത്രമേ ഉള്ളൂ ഒരു പോംവഴി എന്ന് പറയുന്നത്. അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സർജറി അത് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ അച്ഛൻ അനുഭവിക്കുന്ന വേദനയും മറ്റും കുറച്ച് കഠിനമാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2-3 ദിവസമായിട്ട് കുറച്ചേറെ തിരക്കാണ് വസ്ത്രയുടെ പിറകെ. കുറച്ച് പരിപാടികൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇത് ഫോണിൽ തന്നെ കേട്ടോ, 24 hours ഫോണിൽ തന്നെ. കണ്ണ് വേദനിക്കണു, കഴുത്തും വേദനിക്കണം. കഴുത്തൊക്കെ ഇങ്ങനെ ആക്കി, ദൈവമേ എനിക്ക് കഴുത്തൊക്കെ വേദനിക്കണം. ഞാൻ കുറച്ച് തിരക്കിലാണ്. എന്താണെന്നുള്ളത് പിന്നീട് പറയാം. ഈ മാസം 13th നമ്മുടെ വസ്ത്രം ലോഞ്ച് ചെയ്തിട്ട് 1 year ആവുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ കുറച്ച് എനിക്ക് പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നാളെ എനിക്ക് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. കുഞ്ഞിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഞാൻ നമ്മുടെ വസ്ത്രയുടേതാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ വേറെ ടീനയോ ടേസി അങ്ങനെ ആരുമില്ല. നമ്മൾ തന്നെ ജസ്റ്റ് ഞാനൊന്ന് പുട്ടിയടിക്കുക, ഇതിലായി പുട്ടിയടിക്കുക, ഏട്ടനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക, ഏട്ടനെ കൊണ്ട് റീൽസ് എടുപ്പിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി കേട്ടോ. അങ്ങനെ 2-3 ദിവസം എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പേജൊക്കെ ഒന്ന് കളർഫുൾ ആക്കാനായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. കുറച്ചേറെ പരിപാടികളുണ്ട്. ഞാനിപ്പം നെട്ടയത്ത് പോവും. നെട്ടയത്ത് പോയാൽ പിന്നെ ഞാൻ കുറച്ച് ഫ്രീ ആണ്. ഇന്നിപ്പോൾ എനിക്ക് വേറെ രാവിലെ ഏട്ടൻ കൊഞ്ച് വാങ്ങിച്ചിട്ടൊന്നു. കൊഞ്ചിനെ തീയൽ വെച്ചു, ചെമ്മീൻ തീയൽ വെച്ചിട്ട് പിന്നെ വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഡോബി പണിമുടക്കം ആയതുകൊണ്ട് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് മോപ്പ് ചെയ്തൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ ബാങ്കിൽ പോയിട്ട് വന്ന് ഞാൻ ഫോണും കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും വേദ വന്നു. വേദയ്ക്ക് ഇന്ന് എണ്ണ തേച്ച് കുളിയുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ കുളിക്കാതെയാണ്, തല നനയ്ക്കാതെയാണ് പോയത്. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ തേപ്പിച്ച് വിട്ടേക്കാണ്. അവളിപ്പോൾ കുളിച്ചിട്ട് വന്നാലുടനെ നെട്ടയത്ത് പോവും.
അപ്പോൾ കാറും കൊണ്ട് ഭയങ്കര മഴ കേട്ടോ, മാറാതെ ഇങ്ങനെ മഴ നിൽക്കുകയാണ്. കാറും കൊണ്ട് പോവാന്ന് വെച്ചപ്പോൾ അവിടെ പുറത്തെ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഭയങ്കര എലി ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങ് കാറിലെങ്ങാനും കയറിയാലേ അതുകൊണ്ട് പുറത്ത് കൊണ്ടുവരുന്നതിനൊക്കെ ഇത് കാറിൽ പോകണോ, സ്കൂട്ടറിൽ പോയാൽ ഭയങ്കര മഴ. ചിലപ്പോൾ ഞാൻ ഇനി തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകാൻ കണക്കിനെ വരത്തുള്ളൂ. അപ്പോൾ രാവിലെ വരുമ്പോൾ മഴയായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എന്താ ചിക്കൻ തോരനൊക്കെ ഇന്നലെ വെച്ച് വെച്ചേക്കാണ്. ഞാൻ പോയില്ല. ഇന്നലെ ഞങ്ങൾ ചെല്ലുമെന്നില്ല, അമ്മ ഇറങ്ങില്ല, അമ്മയും ചീമ ഇറങ്ങില്ല, ഇന്ന് വേദയ്ക്ക് സ്കൂളുണ്ടെന്ന്. അപ്പോൾ വേദയ്ക്ക് സ്കൂളുള്ളതുകൊണ്ട് നമ്മൾ പോയില്ല. മാത്രമല്ല വേദ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 8-8:30 മണിയായേ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞ് ചിക്കൻ തോരനൊക്കെ വെച്ചിട്ട് പോയില്ല. അപ്പോൾ അതിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. മഴ ജസ്റ്റ് ഒന്ന് മാറിയപ്പോഴേക്കും ഞാൻ സ്കൂട്ടർ എടുത്ത് ഞാനും വേദയും കൂടി നെട്ടയത്തേക്ക് വന്നു കേട്ടോ. വന്നപ്പോൾ ആദ്യം നമ്മുടെ കുണ്ടമങ്കടവിൽ ഉള്ള കടയിൽ നിർത്തി. ഉള്ളിവിടെയൊക്കെ സ്ഥിരം വാങ്ങുന്നില്ല, അവിടുത്തെ പഴംപൊരിയൊക്കെ നല്ലതാണ് കേട്ടോ. പഴംപൊരി ചീമയ്ക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പഴംപൊരി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിർത്തി ചോദിച്ചപ്പോഴേക്കും പഴംപൊരി കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ നെട്ടയത്തുള്ള കണ്ണൂസിൽ വന്നു. ഇവിടുത്തെ ചൂട് എഗ് പഫ്സ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെ നിന്ന് ചൂട് എഗ് പഫ്സും വാങ്ങിച്ചു. ഐസ്ക്രീമും വാങ്ങിച്ചു കേട്ടോ. ഐസ്ക്രീം വാങ്ങിച്ചപ്പോഴാണ് ഓർത്തത് കുഞ്ഞിക്കുള്ള പനി ജീമയ്ക്കും കിട്ടിയിട്ടുണ്ട്. ജീമയ്ക്കും ഒക്കെ പനിയാണ്. അപ്പോൾ ആ പനിയുള്ള വീട്ടിലാണ് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പോയത്. എന്തായാലും ഞാൻ ഐസ്ക്രീം എനിക്ക് 2 എണ്ണം വാങ്ങിച്ചു കേട്ടോ. സാൻഡ്വിച്ച് ഐസ്ക്രീമും വാങ്ങി, റെഡ് വെൽവെറ്റ് ഐസ്ക്രീമും വാങ്ങി. പക്ഷേ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം പഴയതുപോലെ അത്ര പോരായിരുന്നു. സാൻഡ്വിച്ച് ഐസ്ക്രീം കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പപ്സും ഐസ്ക്രീമും ഒക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോഴാണ് നാളെ കുഞ്ഞിപ്പെണ്ണിനെ അങ്ങ് കൊണ്ടുപോകല്ലേ. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞിക്കുള്ള ഡ്രസ്സുകളെല്ലാം ചീമ ഓൺലൈനായിട്ട് വരുത്തിച്ചു. ചീമ ഏതൊക്കെയോ ഡ്രസ്സുകളൊക്കെ ഓൺലൈൻ എടുക്കാനായിട്ട് നോക്കി, അതൊന്നും വന്നില്ല. പിന്നെ എന്നോടൊരു സാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചീമ ഇന്നിപ്പോൾ ഏതെങ്കിലും ഡ്രസ്സ് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് നോക്കി ഇരുന്നിട്ട് വരാത്തത് കൊണ്ട് ഇപ്പോൾ ധൃതി പിടിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞിക്കും പനിയെല്ലാം മാറി കേട്ടോ. പിറ്റേ ദിവസം ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി പനിയൊക്കെ മാറി. എങ്കിലും പനി മാറിയതല്ലേ ഉള്ളൂ, ഉടനെ ഇങ്ങനെ കറങ്ങാൻ പോകും, മഴയും കൂടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഞാൻ കൂടി ചെന്നു കേട്ടോ ഒരു ഹെൽപ്പിനായിട്ട്. കുഞ്ഞിയെ കൊണ്ടുപോവാതിരുന്നാലും അവൾക്ക് എപ്പോഴും പാല് വേണം. അപ്പോൾ പാല് കൊടുക്കാതിരുന്ന് പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ അവളെ കൊണ്ടുപോവാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് കൊണ്ടുപോവുകയും വേണം. അവളെയും വെച്ചിട്ട് ഷോപ്പിംഗ് ചെയ്യുന്ന കാര്യവും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയോടൊപ്പം ചെല്ലുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ചെന്ന് ചാടിക്കൊടുത്തത്. പിന്നെ എന്നെ വിളിച്ചു, പിന്നെ ഞാൻ കൂടെ പോയിട്ടോ. എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്കിപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം കുഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്നെ വിളിച്ചിട്ടും എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പിന്നെ ഞാൻ ആരും ഇല്ലാത്തത് കൊണ്ട് പോയി കേട്ടോ. പിറ്റേ ദിവസം പിന്നെ സച്ചിനും പനിയായിരുന്നു. അതെനിക്ക് പിറ്റേ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോയി. അപ്പോൾ സച്ചിൻ തന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നാളെ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോവുകയില്ലേ. അപ്പോൾ നമ്മൾ കൂടിയല്ലേ തീരത്തുള്ളൂ. നമ്മൾ സമയമില്ലാന്ന് പറഞ്ഞു എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാത്തിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ പിന്നെ ഇന്ന് വൈകിട്ട് വന്നപ്പോൾ പിന്നെ ഇവിടെ വന്നാൽ കുറച്ചൊക്കെ ഞാൻ ഫ്രീ ആണ്. വേറെ പണിയൊന്നുമില്ലല്ലോ. വീട്ടിലാകുമ്പോൾ നമ്മൾ വീട്ടിലെ കാര്യവും എല്ലാം ഒക്കെ നോക്കണമല്ലോ. ഇവിടെ പിന്നെ ചുമ്മാ ഇരുന്നാൽ മതി. തിന്നാൻ നേരമാകുമ്പോൾ സാധനം കിട്ടും. പാത്രം പോലും അമ്മ തന്നെ കഴുകി വയ്ക്കും. അതൊരു നല്ല കാര്യമല്ല എന്ന് എനിക്കറിയാം. എങ്കിലും നമ്മളിവിടെ വരുമ്പോൾ ഭയങ്കര ചെല്ലം കേട്ടോ. അപ്പോൾ എനിക്ക് വസ്ത്രയുടെ കാര്യം മാത്രം നോക്കിയത് കൊണ്ട് കുറച്ചൊന്ന് ഫ്രീ ആവും. ഇതെല്ലാം കുഞ്ഞിക്ക് ചീമ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ചീമയുടെ ഡ്രസ്സ് മാത്രം ക്യാൻസലായി പോയി. എന്നോട് പറഞ്ഞത് സാരിയും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതേ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഇനി പുറത്തേക്ക് പോവുകയാണ്. ആദ്യം കുഞ്ഞിയെ കൊണ്ടുപോകണ്ടെന്ന് വെച്ചു. പിന്നെ കുഞ്ഞിയെ കൊണ്ടുപോകാതിരുന്നാൽ ശരിയാവത്തില്ല. പിന്നെ ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ സമയം 7 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ എന്തോ ഒരു ചടങ്ങുണ്ടെന്ന് അമ്മയ്ക്ക് ഒരു സാരിയോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു സാരി വസ്ത്രമെന്ന് വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്നൊന്നും വന്നപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും എടുത്തിട്ട് വരുമായിരുന്നല്ലോ നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കൊരു പുളിയിലക്കര സാരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊരെണ്ണം കൊണ്ടുവന്നു. ഒരു ഫോട്ടോ ഷൂട്ട് കൂടി എടുക്കാമെന്ന് അമ്മയെ കൊണ്ട് ഉടുപ്പിച്ചിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു പുളിയിലക്കര സാരി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ചീമ പറഞ്ഞ് എനിക്ക് അത് കൊടുക്കുക, സാരിയല്ല സെറ്റ് മുണ്ട് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ചീമ പറഞ്ഞ് എങ്കിൽ പിന്നെ ഇത് തന്നെ അങ്ങ് കൊടുക്കാം ഗിഫ്റ്റായിട്ട്. കാരണം പുളിയിലൊക്കെ ഇറക്കി കിടന്ന് ഒരു ബഹളം സെറ്റ് മുണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു പൈസ തരാം, ചുമ്മാതല്ല എൻ്റെ ബിസിനസ്സിൽ നിന്ന് അമ്മ വാങ്ങുന്ന കാശിന് തന്നെ കേട്ടോ. അമ്മയാണ് എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ. അതുകൊണ്ട് എപ്പോൾ വാങ്ങിയാലും എത്ര രൂപയാണെങ്കിലും എനിക്ക് ഹോൾസെയിൽ റേറ്റിനല്ല, വസ്ത്രയിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണോ സെയിൽ ചെയ്യുന്നത് ആ പൈസയ്ക്ക് മതി എന്ന് പറഞ്ഞ് നമ്മളെന്ന് വാങ്ങാറുണ്ട്. അതിപ്പോൾ ചീമയൊക്കെ എടുക്കുകയാണെങ്കിൽ ആരെടുത്താലും എൻ്റെ ആ എമൗണ്ട് കിട്ടിയതിനെ കുറയ്ക്കുന്നത്. പിന്നെ ഞാൻ ചിലപ്പോൾ കുറച്ചൊക്കെ തന്നാൽ മതി എന്ന് പറഞ്ഞാലും അവർ ആ എമൗണ്ട് തരും കേട്ടോ. കാരണം നമ്മുടെ ബിസിനസ് തന്നെയാണല്ലോ. അപ്പം
അങ്ങനെ ചീമ ഞാൻ അങ്ങനെ അമ്മയ്ക്ക് കൊണ്ടുവന്ന സാരിയാണ്. അപ്പോൾ ചീമ പറഞ്ഞെങ്കിൽ ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ പൈസ ചീമ എനിക്ക് ഇട്ട് തന്നു കേട്ടോ. കാരണം എവിടെ നിന്ന് എടുത്താലും പൈസ കൊടുക്കണം. അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്നാവുമ്പോൾ എനിക്ക് അത് ഒരു നല്ല കാര്യമല്ലേ. അങ്ങനെ എൻ്റെ തന്നെ വാങ്ങി. ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. ഇന്നല്ല 2-3 മെസ്സേജസ് അതുപോലെ വന്നിട്ടുണ്ട്. പുറത്ത് പോയി ഷോപ്പ് ചെയ്താൽ പോലും ഇത്രയും നല്ല കളക്ഷൻസ് കിട്ടില്ല. താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ശ്രീകുട്ടിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ മോൾ ഓഫ് ട്രാവൻകൂറിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ദേ തിരിച്ച് വന്നു. എന്നിട്ട് വട്ടിയൂർക്കാവിലുള്ള സിനാമിക്ക മെഡിക്കൽസിൽ നിർത്തിയിരിക്കുകയാണ് കുഞ്ഞിക്ക് വിറ്റാമിൻ ഡി സിറപ്പൊക്കെ വാങ്ങാനായിട്ട്. ഇത് സച്ചിൻ്റെ ഫ്രണ്ട് മനോജ് നടത്തുന്ന ഒരു മെഡിക്കൽ സ്റ്റോറാട്ടോ വട്ടിയൂർക്കാവിൽ. ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ട് പോവുക. അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്കൊരു ഒരു കുഞ്ഞു പ്രൊമോഷൻ, കാരണം അവർ ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് നമ്മുടെ ഇതിൽ കൂടെ പറഞ്ഞേക്കാൻ കരുതി. പോകുന്നവർ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് പോകുന്നതെന്ന് പറയാം. കാരണം ഇപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ടേ, ഞാൻ അതിന് മുന്നേ ഒരു ഹെയർ ഷാമ്പൂൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷാമ്പൂ ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ വീഡിയോ കാണിച്ച് ചെന്നിരുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ സച്ചിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ അവിടെ ചെന്നത് കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ എന്നോട് നേരിട്ട് ചോദിച്ചു കൊള്ളാവോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, അച്ഛൻ ഉപയോഗിക്കുന്നതും അതാണ്. നല്ല ഷാമ്പൂ കേട്ടോ, ഒരു കോകില എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ഷാമ്പൂ, നല്ല ഷാമ്പൂ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സിനാമിക മെഡിക്കൽസിൽ പോകുന്നവർ എൻ്റെ പേര് പറയുക. ചുമ്മാ എനിക്കൊന്ന് അറിയാനാണ്, നമ്മുടെ വീഡിയോസ് കണ്ട് ചെന്നു എന്ന് അവർ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കുഞ്ഞു പെണ്ണിനെ അങ്ങ് സച്ചിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. വളരെ വിഷമമുള്ള കാര്യമാണ്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴേ ഡിപ്രഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ, ബൈ.